നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് നിങ്ങൾക്കായിട്ട് നോക്കാം. കാർഡ്സ് ഷഫിൾഡാണേ. എംപറർ, 2 ഓഫ് പെൻഡക്കിൾസ്, 3 ഓഫ് കപ്സ്, ടെമ്പറൻസ്, 2 കാർഡ് വന്നു. മജീഷ്യൻ, ഹാങ്ഡ് മാൻ ആൻഡ് പേജ് ഓഫ് കപ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു എംപറർ എനർജിയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അവർ പല സിറ്റുവേഷൻസിൽ പെട്ട് ജഗ്ള് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അവർ രാത്രി ഉറക്കമൊന്നുമില്ല കേട്ടോ, എണീറ്റിരുന്ന് ചിന്ത തന്നെയാണ്, ജഗ്ലിംഗ് ആണ്, ഓവർ തിങ്കിങ് ആണ്. ഓക്കെ, ഒരു പക്ഷേ ഈ സമയത്ത് അവരുടെ സുഹൃത്തുക്കൾ, ഫാമിലി, അങ്ങനെ ആരെങ്കിലുമായിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ആരുടെയോ കൂടെ ഒരു ചെറിയ യാത്രയിലുമായിരിക്കാം എന്ന് കാണുന്നു കേട്ടോ. ഒരു ഫ്രണ്ട്ലി ബേസിസിൽ വളരെ എന്താ പറയുക, ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ യാത്രയിലാണ് എന്നും കാണുന്നു. വളരെ ക്ലോസ് ആയിട്ടുള്ള ആരോ ആയിട്ടാണ്, ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, അങ്ങനെ ആരോ അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആരോ ആയിട്ട്, സിബ്ലിങ്സ് ആയിട്ടായിരിക്കും, സിബ്ലിങ്സ് പറഞ്ഞാൽ ബ്രദർ സിസ്റ്റർ, അങ്ങനെ ആരെങ്കിലും ആയിട്ട് ആയിരിക്കാം ഒരു കുഞ്ഞു യാത്രയിലാണെന്ന് കാണുന്നു. ഇവരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെ പല ഡിഫറൻസസ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുമായിരിക്കാം, അതും അവർക്ക് ഒരു ബോധറേഷനാണ് എന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ ഇരിക്കുകയാണെങ്കിൽ അത് അവരുടെ ഈ പറഞ്ഞ വേണ്ടപ്പെട്ട വ്യക്തിയുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് അവർ യാത്ര പോയിരിക്കുന്നത് എന്ന് കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം എന്നവർ വളരെയധികം തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ആ സിറ്റുവേഷനിലെല്ലാം സ്റ്റക്കായി നിൽക്കുകയായിരുന്നെങ്കിൽ അവരുടെ ചിന്തകൾ മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. ആ ചിന്തകൾ മാറി വരുന്നതിൽ ഈ പറഞ്ഞ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ട വ്യക്തികൾക്ക് ഒരു പ്രധാന പങ്ക് ഉണ്ട് എന്നും കാണുന്നു കേട്ടോ. അതിനെക്കുറിച്ചാണ് അവർ രാത്രി ചിന്തിക്കുകയായിരുന്നു, ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുകയായിരുന്നു എന്നാണ് കാണുന്നത്. മജീഷ്യൻ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ വേണമെന്ന് തന്നെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. വളരെ പോസിറ്റീവായിട്ട് വീണ്ടും അഫർമേഷൻസ് ചെയ്യുന്നതായിട്ടും ഹീലിംഗ് ചെയ്യുന്നതായിട്ടും എന്താ പറയുക, പ്രാർത്ഥനകൾ ചെയ്യുന്നതായിട്ടും എല്ലാം തന്നെയാണ് അവിടെ കാണുന്നത്. ഇത് സംബന്ധമായിട്ട് എത്രയും വേഗം നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തരണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ ഓൾറെഡി നിങ്ങളുമായിട്ട് ചിലപ്പോൾ സംസാരിച്ച് കാണണം, മെസ്സേജ് അയച്ച് കാണണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉടനെ ഒരു മെസ്സേജ്, ഒരു കോൾ തരുന്നതിനെ പറ്റിയിട്ടും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്ന് കാണുന്നു. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് അവർ എന്തോ പരസ്പരം നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് രണ്ടുപേരും തന്നെ പരസ്പരം ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കായിട്ടൊരു മെസ്സേജ് അവർ ഓൾറെഡി തന്നിട്ടുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, തന്നിട്ടില്ലെങ്കിൽ തരാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നു കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവർ ഒരു ആക്ഷൻ എടുക്കാൻ